വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്ന് ഒരു റെസിപ്പിയല്ല, ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മുടിക്ക് ഒരു സ്മൂത്തി ടെക്സ്ചർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കായിട്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ നോക്കുക. വളരെ ഈസിയാണ് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട്. ആവശ്യമുള്ള ചേരുവകകൾ എടുത്തു വെച്ചിട്ടുണ്ട്. 3 സ്പൂൺ ഉലുവ, 3 സ്പൂൺ കരിഞ്ജീരകം, ഫ്രഷ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ഒരു വലിയ കഷ്ണം കറ്റാർ വാഴ, അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 4 പഴം, ഒരു അരമുറി തേങ്ങ നിങ്ങൾ ചിരവിയ തേങ്ങ എടുക്കണമെന്ന് വെച്ചാൽ 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കാം. കറ്റാർ വാഴയുടെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലാറ്റക്സ് പോകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണേ. ആദ്യം തന്നെ ഉലുവയും കരിഞ്ജീരകം 30 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നേരിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ തേങ്ങയാണ് ആദ്യം ചേർക്കുന്നത്. കാരണം തേങ്ങ അരിയാനായിട്ട് കുറച്ചുകൂടെ പാടാണ്. പഴവും കറ്റാർ വാഴയും പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. അപ്പോൾ ആദ്യം തേങ്ങ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പഴം ഇതിനകത്ത് ചേർത്ത് അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിതൊരു കുഴമ്പ് രൂപത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്തിരിയും കൂടി വാട്ടറി ആയിട്ട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ തേങ്ങയുടെ അളവ് ഒന്ന് കൂട്ടിയാൽ മതി. ഒരിക്കലും പഴത്തിൻ്റെ അളവോ അല്ലെങ്കിൽ കറ്റാർ വാഴ അളവോ കൂട്ടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും തലയ്ക്ക് തണുപ്പ് കൊടുക്കുന്നതാണ്. അപ്പോൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നേരം നമ്മൾ തലയിൽ വെക്കണം. അപ്പോൾ അത് വെക്കുന്ന സമയം കൂടിയാൽ ഈ തണുപ്പ് ഇറങ്ങി നമുക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി കറ്റാർ വാഴയുടെ ജെല്ല് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാം. ഈ എടുത്തിരിക്കുന്ന വലിയ കഷ്ണം കറ്റാർ വാഴയുടെ ജെല്ല് മുഴുവനായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. കറ്റാർ വാഴയുടെ ഗുണങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നതാണ്. മുടി വളരാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ചേരുവയാണ് ഈ കറ്റാർ വാഴ. അതേപോലെ അതിൻ്റെ ഒപ്പം ഉലുവയും കൂടെ ചേരുമ്പോൾ മുടി നല്ല തിക്കായിട്ട് വളരും. കരിഞ്ജീരകം ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിനൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പഴം നമ്മളുടെ മുടിയുടെ ടെക്സ്ചർ നല്ല സിൽക്കി ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം മുടിയിൽ ഇത് തേച്ച് പിടിപ്പിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു കുഴമ്പ് രൂപത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്കതാണ് കുറച്ചുകൂടെ എളുപ്പം പരട്ടാനായിട്ട്. അപ്പോൾ ചിലർക്ക് ഇത് കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടാവും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം എടുത്തിട്ട്, അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുന്ന അതായിരിക്കും കൂടുതൽ എളുപ്പം. ചിരവിയ തേങ്ങയുടെ അളവ് ഒന്ന് കൂട്ടുക. ഒരു 6 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂണോ ആക്കി മാറ്റാം. അപ്പോൾ ഇത് തലയിൽ പുരട്ടിയിട്ട് മുടിയുടെ ഫുള്ളായിട്ട് പുരട്ടുക. പ്രത്യേകമായിട്ട് തലയോട്ടിയിലാണ് പുരട്ടേണ്ടത്. അറ്റം വരെ പുരട്ടുക, മുടിയുടെ അറ്റം വരെ പുരട്ടുക. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ഷാമ്പൂ ഉപയോഗിക്കാം. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എല്ലാത്തിലും പറയുന്നതാണ്, നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ ചെറുതായിട്ടൊന്ന് തൊട്ട് പുരട്ടണം, വല്ലാണ്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എന്ത് ഹെയർ പാക്ക് ഇടാണെങ്കിലും ആദ്യം തന്നെ എണ്ണ തേക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അറിയാം. മുടി നല്ല സ്മൂത്തായി സിൽക്കി ആയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.